എത്ര വിചിത്രമായ കാര്യമാണെന്ന് നോക്കിയാലും നിങ്ങൾ ഈ ലോകത്തേക്ക് വരുന്നതിന് മുൻപും ഈ ലോകമുണ്ടായിരുന്നതാണ്. ഇനി എന്നാണോ ഇവിടെ നിന്നും പോകുന്നത് അതിനുശേഷവും ഈ ലോകം ഇവിടെ തന്നെ ഉണ്ടാകും. എന്നുവച്ചാൽ നിങ്ങൾ വരുന്നതിന് മുൻപുള്ളതും പോയതിനു ശേഷവുമുള്ള സമയം നിങ്ങളുടെ കൈകളിലല്ലായിരുന്നു. പിന്നെ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത്? നിങ്ങളുടെ കയ്യിലുള്ള സമയമെന്ന് പറയുന്നത് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഈ സമയമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്ന ഈ സമയം, അതായത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയം, അതുമാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അതിനെ നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുക? ഓരോന്ന് ചിന്തിച്ച് നഷ്ടപ്പെടുത്തുമോ? പക്ഷെ എന്റെ അഭിപ്രായം നിങ്ങൾ വിചിന്തനം നടത്തണമെന്നാണ്. ഈ സമയത്തെ ഏതൊക്കെ രീതിയിൽ ഉപയോഗപ്രദമാക്കാമെന്ന് പുനർവിചിന്തനം നടത്തിയേ മതിയാവുകയുള്ളൂ. ഏതൊക്കെ മഹത്തായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിക്കണം. ശുഭകാര്യങ്ങൾ മാത്രം ചെയ്യണം. നാം എല്ലാവർക്കും ആനന്ദം പ്രദാനം ചെയ്യണം. ഒരു കാര്യം ഓർമ്മിച്ചാലും, ഈ ഭയാശങ്കകൾ നമ്മെ ചിതയിലേക്ക് നയിക്കും. പക്ഷെ ചിന്തകൾ അത് മനസ്സിനെ നന്മയുള്ളതാക്കി മാറ്റിയിരിക്കും. രാധേ രാധേ.